ഭാരതാംബേ വേണ്ടേ വേണ്ടോ, ഭാരതാംബേ വേണ്ടേ വേണ്ട, ഭാരതാംബേ വേണ്ടേ വേണ്ടോ, ഭാരതാംബേ വേണ്ടേ വേണ്ട, ഭാരതമണ്ണിൽ വേണ്ടേ വേണ്ടോ, ഭാരതമണ്ണിൽ വേണ്ടേ വേണ്ട. ആവിക്കൊടിയും മേന്തി നടക്കൂ, ആവിക്കൊടിയും മേന്തി നടക്കൂ, ആവിക്കൊടിയും മേന്തി നടക്കൂ, ആവിക്കൊടിയും മേന്തി നടക്കൂ. ഭാരതാംബേ വേണ്ടേ വേണ്ടോ, ഭാരതാംബേ വേണ്ടേ വേണ്ട, ഭാരതമണ്ണിൽ. സഫാൻ ചേരുന്നു. സഫാൻ, പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ. വലിയ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് ഭാരതാംബ വേണ്ടേ വേണ്ട, ഈ RSS സൈദ്ധാന്തികളുടെ ചിത്രം രാജ്ഭവനിൽ വെച്ചതിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷിജു ഖാന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ രാജ്ഭവന് മുന്നിലെത്തുന്നത്. പ്രവർത്തകർ ഇപ്പോൾ സമാധാനപരമായി ഉള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഈ വിഷയത്തിൽ രാജ്ഭവനെ സംഘീവൽക്കരിക്കാൻ അനുവദിക്കില്ല തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇന്ന് രാവിലെ മന്ത്രി ശിവൻകുട്ടിയുടെ പരിപാടി ഈ രാജ്ഭവനിൽ നിന്ന് ബഹിഷ്കരിച്ചിരുന്നു. ആ തരത്തിൽ ഈ CPM യുവജന സംഘടനകൾ കൂടി ഈ ഒരു വിഷയത്തെ ഏറ്റെടുക്കുകയാണ്. ഭാരതാംബ വിവാദം തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് ഈ രാജ്ഭവനിലുണ്ടായ ഒരു പരിപാടി മാറ്റിവെച്ചിരുന്നു. ആ പരിപാടിയുടെ ഭാഗമായി CPI സംഘടനകളാണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ ഈ വിഷയത്തിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ CPMന്റെ യുവജന സംഘടനകളും വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയൊരു പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് യുവജന സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. ഇപ്പോൾ സമാധാനപൂർവമായിട്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് രാജ്ഭവന്റെ മുന്നിൽ വലിയ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. അതിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് ഇപ്പോൾ സമാധാനപൂർവമായിട്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി, KR സാജു വീണ്ടും ചേരുന്നുണ്ട്. സാജു, ഈ രാജ്ഭവനിൽ ഇരിക്കുന്ന ഗവർണർ പൂജിക്കുന്ന സ്ത്രീ കാവി കൊടി പിടിച്ച സ്ത്രീ മാത്രമാണോ പ്രശ്നം? അതിനേക്കാൾ ഗുരുതരമല്ലേ അവിടെ വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ മാപ്പ്? അങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു. ആ മാപ്പ് ഏതാണ് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഈ ഔദ്യോഗിക പരിപാടികളിൽ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്ന ചോദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ അതിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമല്ല ഇങ്ങനെ ഒരു കാര്യം. ഭാരതാംബയുടെ ചിത്രം RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് ഒരു സർക്കാർ പരിപാടികളുടെയും പ്രോട്ടോക്കോളിൻ്റെ ഭാഗമല്ല. പക്ഷേ ഗവർണർ അത് നടപ്പിലാക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന പ്രഭാഷണ പരമ്പരകളിൽ നമ്മൾ കണ്ടതാണ്. ഹെഡ്ഗേവാറിൻ്റേത് അടക്കമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് മറ്റും കണ്ടതാണ്. ഇത് പൂർണ്ണമായും രാജ്ഭവനെ RSS വൽക്കരിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമാണ് അത്തരം നീക്കങ്ങൾ എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചോദ്യം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്ന തീരുമാനമെടുത്തത്. കാരണം അങ്ങനെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോയാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ തിരിച്ചടികൾക്ക് വഴിവെക്കുമെന്ന് സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന LDFും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് വളരെ ശക്തമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുമായി സമവായത്തിൽ പോയത് നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നും അദ്ദേഹം സംസ്ഥാന സർക്കാരിനു മേൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ചിന്തകളും മറ്റും അടിച്ചേൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് ഒരു ഘട്ടത്തിൽ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയൽ മുതലാണ് നമ്മൾ കൃഷിമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ആദ്യ എതിർപ്പ് മുതൽ ഇങ്ങോട്ട് തുടങ്ങുകയാണ് ഇത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് ഗവർണർ വിരട്ടിയിട്ടും, അതായത് പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് വാർത്താക്കുറിപ്പിലൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് മേൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നതിന് തുല്യമാണ് ഗവർണറുടെ നടപടി എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് പോലും അടിസ്ഥാനമുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ പോലും ഇനിയുള്ള നിമിഷങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുമ്പോഴും ഗവർണർ ഇതൊന്നും കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്തി
ഭീഷണിപ്പെടുത്തേണ്ടതില്ല, ഗവർണർ ആദ്യം മര്യാദയ്ക്ക് ചിത്രം എടുത്തു മാറ്റൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മീഡിയ വണ്ണിനോട് പറയുന്നത്. അതായത് കടുത്ത ഭാഷയിൽ തന്നെ ഗവർണർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഗവർണർ കളിക്കുന്നത് രാഷ്ട്രീയമാണ്, അതിനാൽ അതിന് രാഷ്ട്രീയമായി മറുപടി പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന നിലപാടാണ് ഇതിലൂടെ മന്ത്രിമാർ കൈക്കൊണ്ടിരിക്കുന്നത് 2 സന്ദർഭങ്ങളിലായി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ പ്രക്ഷോഭം നമുക്കറിയാം, നേരത്തെ മുൻ ഗവർണർക്കെതിരെ SFI ചാൻസലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തെ കരിക്കൊടി കാണിക്കുകയും അദ്ദേഹത്തെ വഴിയിൽ തടയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ രാജേന്ദ്ര ആർലേക്കറുമായി അത്തരം ഒരു യുദ്ധത്തിലേക്ക് തെരുവിൽ എതിർക്കപ്പെടുക എന്ന രീതിയിലേക്ക് കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. അവിടെയാണ് ഇന്നത്തതോടുകൂടി മാറ്റം വന്നിരിക്കുന്നത്. DYFI ഇപ്പോൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഗവർണർ ഈ നിലപാടുകളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭരണപക്ഷത്തെ യുവജന സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്ക് കൂടുതൽ ശക്തമായ പ്രതിഷേധം നടത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമ്മൾ കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കാൻ എത്തിയപ്പോൾ SFI മഹാത്മാഗാന്ധിയുടെയും